മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കോപം ഒരിക്കലും മനസ്സിലിരിക്കരുത്. അത് വാക്കിൽ മാത്രമാകണം. സ്നേഹം വാക്കിൽ മാത്രമാകരുത്, മനസ്സിലുണ്ടാകണം. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്ത ഒരാളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും തകർന്നു തരിപ്പണമായ ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു പ്രതീക്ഷിച്ചു കൊള്ളുക. അനുഭവിച്ച ആൾ തന്നെ തിരിച്ചു തരണമെന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ ഒരവസരം കാത്തിരിപ്പുണ്ട്. ഈശ്വര സമക്ഷം ഒഴുക്കിയ കണ്ണുനീരിന് വിലയില്ലാതെ പോകില്ല. ഭക്തരെ, തുടക്കത്തിലെ സ്നേഹവും ആവേശവും കണ്ട് ആരെയും പ്രിയപ്പെട്ടവരാക്കാൻ നിൽക്കാതിരിക്കുക. ഭക്തരെ, യോഗമില്ലെന്നു കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്നു കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. ഭക്തരെ, വിധിയകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് മനുഷ്യനെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നിങ്ങൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്മാറരുത്. നിങ്ങളുടെ പരാജയം കാത്തിരിക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട്. ഭക്തരെ, കുറച്ച് സന്തോഷിച്ചാൽ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരുമെന്ന് കരുതി സന്തോഷിക്കാതിരുന്നാൽ ജീവിതത്തിൽ സങ്കടപ്പെടുവാൻ മാത്രമേ സമയമുണ്ടാകൂ. അഭിനയിക്കാതെ സ്നേഹിക്കുക, ആശ്രയിക്കാതെ ജീവിക്കുക, പ്രതിരോധിക്കാതെ കേൾക്കുക, അപമാനിക്കാതെ സംസാരിക്കുക. ഭക്തരെ, ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല. നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ്. സഹായം ചോദിക്കുമ്പോഴുള്ള മനോഭാവം ആയിരിക്കില്ല പലർക്കും അത് തിരിച്ചു നൽകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ആളുകളുടെ തെറ്റുകൾ മാത്രം കണ്ടെത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല. ഭക്തരെ, നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത്. എത്തിച്ചേരാനുള്ള വഴികൾ മാറ്റി ചിന്തിക്കുക. ഭക്തരെ, നിങ്ങൾ പണത്തെ സമ്പാദിക്കുക, ബാക്കിയൊക്കെ പണം കൊണ്ടുവന്ന് തരും. ഭക്തരെ, ചില മനുഷ്യർ അങ്ങനെയാണ്. അവരുടെ ആവശ്യം കാണുന്നതുവരെ നിങ്ങളെ ചേർത്ത് പിടിക്കും. കാര്യം കഴിഞ്ഞാൽ ചേർത്തതിലും വേഗത്തിൽ നിങ്ങളെ ഒഴിവാക്കും. കൂടെ കുറെ കുറ്റവും ചാർത്തിത്തരും. ഭക്തരെ, ഒരുപാട് സ്നേഹിച്ചിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആവശ്യമുള്ള ഒരാളെയല്ല സ്നേഹിച്ചതെന്ന് ഓർത്താൽ മതി. എന്തിനൊക്കെ തിരിച്ചു വരാൻ അനുവാദം കൊടുത്താലും എവിടെയൊക്കെ തിരിച്ചു പോകണമെന്ന് മനസ്സ് മന്ത്രിച്ചാലും അവഗണിക്കപ്പെട്ടിടത്തേക്കുള്ള, വഞ്ചിക്കപ്പെട്ടിടത്തേക്കുള്ള തിരിഞ്ഞു നോട്ടം വേണ്ടെന്ന് വയ്ക്കുക. ബഹുമാനം ഇല്ലാത്തിടത്ത്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിടത്ത് വീണ്ടും വിഡ്ഢിയാകുന്ന ഒരു ജീവിതത്തിനു വേണ്ടി തിരിച്ചു പോകാതിരിക്കുക. ഭക്തരെ, അനുഭവിക്കുന്നതുവരെയുള്ള ജീവിതം ആകാംക്ഷയാണ്, അതിശയമാണ്. അതിനുശേഷമുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ പാഠം. ക്ഷമിക്കുന്നത് നല്ലതാണ്, അതിനൊരു പരിധി വയ്ക്കുന്നതും നല്ലതാണ്. ഭക്തരെ, എന്തിനും ഏതിനും സ്വയം ന്യായീകരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ ക്ഷമയ്ക്കും തോറ്റുകൊടുക്കലിനും വിലയുണ്ടാകുമെന്ന് കരുതരുത്. അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കരുത്. പിന്നീട് നിങ്ങൾ അതോർത്ത് ഒരുപാട് വിഷമിക്കേണ്ടി വരും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.